എന്റെ ഒരു കാര്യം. പുരി കഴിക്കണ കഴിക്കണ കുത്തി കാറ്റ് കളയാൻ പോലെ, പക്ഷെ അകത്ത് പുഴുക്കി വെച്ചിരിക്കുക. ഹലോ, അപ്പൊ നമ്മളിപ്പോൾ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മഹാരാഷ്ട്രയിൽ സവോള എടുക്കാൻ വേണ്ടി വന്നതാണ്. സവോള എല്ലാം എടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ നേരെ ഇവിടുന്ന് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് വണ്ടി എടുത്ത് നേരെ വിടുകയാണ്. അപ്പം നമുക്ക് നേരെ പെരുമ്പാവൂരാണ്. പെരുമ്പാവൂർ എവിടെയാണെന്ന് അറിയോ? ഇല്ല, അണ്ണൻ ഭക്ഷണം കഴിക്കുന്നതിന് ധൃതിയിൽ ഇപ്പം മറുപടിയും തരത്തില്ല. അപ്പം ഫുഡ് കഴിച്ചിട്ട് നമുക്ക് പോയി വണ്ടി എടുത്തിട്ട് പോവാം. ഓക്കെ. മഹാരാഷ്ട്രയിലെ നമ്മൾ താണ്ടി ഈ നഗർ എന്ന് പറഞ്ഞ ഈ സ്ഥലത്ത് ഇവിടെയാണ് നമ്മൾ ലോഡ് എടുക്കാൻ വന്നിരിക്കുന്നത്. ഇത് വലിയ ഒരു കൃഷി ഉൽപ്പന്ന ബസാർ സമിതി. ഇത് വലിയൊരു മാർക്കറ്റാണ് കൃഷിയുടെ. ഇവിടെ സവള മാത്രമേ ഉള്ളൂ, വേറൊന്നും ഇല്ല. ആണ്ടേ ഞങ്ങൾ ഇവിടെ ഈ ഫസ്റ്റ് ടൈം ഇവിടെ കയറുന്നത് കേട്ടോ. സാധാരണ ഞങ്ങൾ എപ്പോഴും ലോഡ് എടുത്തിട്ട് ഞങ്ങൾ ഈ വഴി എപ്പോഴും പാസ് ചെയ്ത് പോകുമ്പോൾ ഇത് കാണത്തേ ഉള്ളൂ. പക്ഷെ ഇത്തവണ ഞങ്ങൾ ഇവിടെ കയറാൻ പറ്റി. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം രാത്രി വന്നപ്പോഴേ ഇവിടെ ഫുള്ള് ലോറിയായിരുന്നു. ഇവിടുന്ന് അങ്ങ് വരെ ലോഡ് കയറ്റാൻ വേണ്ടി. പിന്നെ ഈ സൈഡ് ഉണ്ടല്ലോ, ഈ സൈഡ് ഫുള്ള് നിരന്നുകൊണ്ട് അവിടെ വരാണ്ട് അവിടെ ഒരു MRF ഒരു ടയർ കമ്പനിയാണ്, ടയറിൻ്റെ ഒരു ഷോപ്പാണ് അത്. അപ്പോൾ അവിടെ വരെ ലോറി കിടക്കുമായിരുന്നു. ഞങ്ങൾ എന്നിട്ട് MRF ഷോപ്പിൻ്റെ അവിടെയാണ് ഞങ്ങൾ കൊണ്ടുവന്ന് വണ്ടി ഇട്ടത്. അപ്പോൾ ഇവിടെ ഫുള്ള് നിരന്ന് കിടക്കുമായിരുന്നു വണ്ടി. എന്നിട്ട് രാത്രി ഒരു 10 മണിയൊക്കെ ആയപ്പോഴും അവർ ഞങ്ങളെ വിളിച്ച് വണ്ടി അകത്തേക്ക് കയറ്റാൻ പറഞ്ഞു. അങ്ങനെ അകത്തേക്ക് കയറി നേരെ ഉണ്ടാക്കുകയാണെന്ന് വെയിൽ ബ്രിഡ്ജ്. അവിടെ അവിടെ വണ്ടി ഇപ്പോൾ കിടക്കുന്നത് കണ്ടോ. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഞങ്ങൾ അതുപോലെ വണ്ടി അവിടെ കൊണ്ടിട്ടിട്ടാ ഞങ്ങൾ പിന്നെ രാത്രി ഒരു 12 മണി ആയപ്പോഴേ ഞങ്ങൾ കൊണ്ട് വെയിറ്റ് നോക്കിയിട്ട് രാവിലെ ലോഡ് കയറ്റി. സമയം ഉച്ച 12 മണിയായി. വണ്ടി ലോഡെല്ലാം കയറി കഴിഞ്ഞു. ഇനിയിപ്പം വണ്ടി വെയിറ്റൊക്കെ തൂക്കി ഇതാക്കിയിട്ട് ഇനി ബില്ലിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ബില്ല് മേടിക്കുന്നുണ്ടോ, ലുക്ക് അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പം ബില്ല് ഇട്ട് കഴിഞ്ഞാൽ നമുക്കിവിടെ നിന്ന് വിട്ടേക്കാം. ഓക്കെ. നല്ലൊരു മഴക്കോളുണ്ട്. മഴ പെയ്യാൻ 90% ചാൻസ് ഉണ്ട്. അപ്പം അതിന് മുന്നേ ഇവിടെ നിന്ന് സ്ഥലം പിടിക്കണം. നമ്മുടെ ലോഡ് നേരെ പെരുമ്പാവൂര്. ഓക്കെ. യെസ്. ബില്ല് എന്തായി? ബില്ല് വാട്സപ്പിലാണ്. അതാ നമ്മുടെ കൈ വേണ്ടേ? അയച്ചതാണ്. എന്നാ വിട്ടു, നമുക്ക് മഴയ്ക്ക് മുന്നേ വിട്ടേക്കാം.
ഓ നമ്മുടെ ബ്രേക്ക് ലൈറ്റ് അടിച്ചു പോയി, റൈറ്റ് സൈഡ് കത്തുന്നില്ല, ഫ്ലോപ്പ്. നമ്മുടെ റൈറ്റ് സൈഡിലെ ബ്രേക്ക് ലൈറ്റ് പോയില്ലേ ബൈക്കില്, നീ കണ്ടായിരുന്നോ? ആ ഞാൻ ഇപ്പഴാ കാണുന്നത്. പക്ഷെ ഇത് കത്തുന്നുണ്ട്, ലൈറ്റ് ഇടുമ്പോൾ കത്തുന്നുണ്ട്, കുഴപ്പമില്ല. ആ പാർക്കുണ്ട്, ബ്രേക്കിന് പോയതാ കണക്ഷൻ പോലെ കേട്ടോ. ആടാ ആടാ ഒരു പക്കി, ഒരു ശലഭവും. ശലഭം വഴിമാറുവാൻ രണ്ടിലും നിങ്ങളെ പിടിക്കടാ അതിനെ. പക്ഷെ ഇതെങ്ങനെയകത്ത് കയറി? ഞാൻ വളർത്തുവാളാ, ഞാൻ വളർത്തുള്ള മനസ്സിലേ വളർത്തുള്ള. ഞങ്ങളുടെ വണ്ടിയില് ഒരു ലംബക്കി ഞങ്ങൾ വളർത്തുന്നതാ കേട്ടോ, ഞങ്ങൾ വളർത്തുന്ന ഞങ്ങളുടെ പക്കി. കുഞ്ഞേ കിച്ച് കിച്ച് ആണോ ആണോ ഓടിക്കോളാം പറ, ഓടിക്കോളാം ഓടിക്കോളാം അറിയാം. നീ ചോദിക്കാതെ അകത്ത് കയറി വന്നു. നീ പുറത്ത് പോകണമെങ്കിൽ നീ വിത്ത് പെർമിഷൻ, ഞങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ നീ നിനക്ക് തിരിച്ച് പോകാൻ പറ്റൂല. ഇപ്പൊ ഓണമൊക്കെ ആയതുകൊണ്ടേ ഇഷ്ടംപോലെ സവോളകളൊക്കെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട്. ആ പക്ഷെ ഇങ്ങനത്തെ ഫസ്റ്റ് ക്വാളിറ്റി നല്ലത്, ഇതൊക്കെ ഫുള്ള് ഏറ്റവും ലോ ചെറുതും ലോ ക്വാളിറ്റി സാധനങ്ങളാ. എന്നാൽ നല്ല ഹൈ ക്വാളിറ്റി സാധനം ഉണ്ട്, ഹൈ ക്വാളിറ്റി സാധനവും കേറുന്നുണ്ട്. അപ്പം അതുകൊണ്ട് മിക്സഡാ ഫുള്ള് ഹൈ ക്വാളിറ്റി ഉണ്ട്, ലോ ക്വാളിറ്റി ഉണ്ട്. മെയിനായിട്ട് എടാ എന്താ അറിയോ, ഇപ്പൊ ഓണമൊക്കെ ആയതുകൊണ്ട് ലോ ക്വാളിറ്റി ഒക്കെ ശരിക്കും ഇടിച്ച് കയറ്റിപ്പോകും. കാരണം എന്താ അറിയോ, ആൾക്കാർ പേടിക്കും. മെയിനായിട്ട് നമുക്ക് സംഭവം എന്താ അറിയോ, മെയിനായിട്ട് നമുക്ക് ക്വാളിറ്റി അല്ല വേണ്ടത്, ആൾക്കാർക്ക് ക്വാണ്ടിറ്റിയാ വേണ്ടത്. അതായത് ഇപ്പൊ ഒരു ക്വാളിറ്റി ഉള്ള സാധനം ഇപ്പൊ 3 കിലോ 100 രൂപ പറയുന്നിടത്ത് അതിന്റെ തൊട്ടപ്പുറത്ത് 6 കിലോ 100 പറയും. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ 6 കിലോ 100 പക്ഷെ മറ്റിടത്ത് 3 കിലോ 100 പറഞ്ഞിട്ട് അത് ക്വാളിറ്റി ആയിരിക്കും, സാധനമായിരിക്കും. പക്ഷെ നമുക്ക് അത് വേണ്ട, നമുക്ക് ക്വാണ്ടിറ്റി മതി, ആ ക്വാളിറ്റി വേണ്ട, അതാണ് വിഷയം. അപ്പൊ അതുകൊണ്ട് ഇപ്പം ഈ സീസൺ ടൈം ആയതുകൊണ്ട്, ഇപ്പൊ സീസൺ ഉദ്ദേശിക്കുന്നത് ഇപ്പം ഈ ഓണത്തിന്റെ സമയം, ഈ സമയത്ത് ശരിക്കും സവോള ഇപ്പൊ പോകുന്നുണ്ട്. അതുകൊണ്ട് ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞ സാധനമുണ്ട്, ക്വാളിറ്റി ഉള്ള സാധനമുണ്ട്. ഇനിയിപ്പം ഞങ്ങളിത് പറയുന്ന കേട്ടിട്ട് ഇനി ഞങ്ങളിത് ചുമ്മാ പറയുന്നത് അങ്ങനൊന്നും ഇല്ല ഇങ്ങനൊന്നും ഇല്ല എന്ന് പറയരുത്. കാരണം ഞങ്ങള് വ്യക്തമായും വളരെ ശക്തമായും പറയുകയാണെങ്കിൽ ഞങ്ങൾ നേരിട്ട് കണ്ടുവരുന്നതാണ്. എടാ എന്തൊരു മയൂര് ബഡേ, ഇതെന്ത് പറഞ്ഞു എഴുതി വെച്ചിരിക്കുന്നത്? ഞാൻ വെച്ചൊന്നുമല്ല, പിന്നെ ട്രൂകോളറോ ലോഡിന്റെ ആണോ? മയൂര് ബാഡ്. ഏതെങ്കിലും തമിഴ് ലോറി ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ കൂടെ അങ്ങ് പിടിക്കായിരുന്നല്ലേ. ശലഭം ബട്ടർഫ്ലൈ കിടപ്പുണ്ട്. നമുക്ക് അടുത്ത സ്റ്റേറ്റ് വിടാം. കർണാടകയിലോ? കർണാടക പോണ്ട, അടുത്ത സ്ഥലത്ത് വിടാം. എന്നറിയോ? അടുത്ത ഡിസ്ട്രിക്റ്റിലോ? വിടാം. എന്നറിയോ? കൂടുതൽ പുതിയ പുതിയ ആളെ പരിചയപ്പെട്ടെ, നല്ല ചെടികളും നല്ല പ്രകൃതി ഉള്ളത് വിടാം. லெஃப்ட் கட் பண்ணு. ஓகே, அப்படி மெதுவா அழகா சின்ன ஹோன் போடு. சின்ன ஹோன் போடு. போதும். ரைட் பாரு, ஏதாவது வண்டி இருக்கா? வண்டி எதுவும் இல்ல. அந்த காடி நமக்கு காடிக்கு பின்னாடி அப்புறம் இந்த காடிக்கே போலாம். இந்த காடி சூப்பரா ஸ்பீடா போகுது. தேவையில்லை, இது வந்து ஒன் வே. ஒன் வேல எல்லா ட்ராக்கும் நமக்கு யூஸ் பண்ணணும். புரிஞ்சுதா? புரியுது.
നമ്മൾ ഈ വഴി വന്നേ ഈ വഴി വന്നിട്ട് ലെഫ്റ്റ് പോയി കൂട്ടാൻ തരുമായിരുന്നു. ഞാനതാ പറയാം അവിടെ വഴി വന്ന് പോയി പറഞ്ഞു. ഈ യൂട്ടൻ കണ്ടോ? ഇതൊരു കിട്ടയിലെ യൂട്ടനാ. വിഷയമില്ല. നൈസ്. അതായത് നമ്മള് ഇങ്ങനെ യൂട്ടൺ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ വരുന്ന വഴി തന്നെ ട്രാക്ക് കറക്റ്റ് ആ റോഡിലോട്ട് ട്രാക്ക് തിരിച്ചു വിടുന്നുണ്ട്. അപ്പൊ നമുക്ക് ഓപ്പോസിറ്റ് വരുന്ന വണ്ടി നോക്കണ്ട, ആ വണ്ടി നമുക്ക് നിർത്തിപ്പിക്കണ്ട, വരുന്ന വണ്ടിക്ക് ടെൻഷൻ വേണ്ട. ഇത് നൈസാ. കാരണം ഹൈവേയിലും ബൈപ്പാസ് റോഡിലൊക്കെ ഇങ്ങനെ കൊടുക്കണം. യൂട്ടൺ റോഡ് ഇങ്ങനെ കൊടുക്കണം. അടിപൊളിയാണ്. അത് ക്ലിയർ ആയിട്ട് കിട്ടി കാണാം. വിഷയമില്ല. അതാകുമ്പോ വണ്ടിയിൽ പോകേണ്ട ടെൻഷൻ നോക്കണ്ട. നഗർ ലെഫ്റ്റ്, സോലാപൂർ റൈറ്റ്, 22 കിലോമീറ്റർ. ഏതാ നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് ഇറങ്ങി പാലത്തിനടിയിൽ റൈറ്റ്. ഓക്കേ. ലൊക്കേഷൻ ഇട്ടേക്കുന്നത് ബിജാപൂരാട്ടെ. ബിജാപൂർ ഇവിടുന്ന് 303 കിലോമീറ്റർ. 300 കിലോമീറ്റർ ഇവിടെ കാണും. ഹുബ്ബള്ളി ഹുബ്ബള്ളി 500 ആ, നമുക്ക് ഹുബ്ബള്ളിന്ന് നാട്ടിലോട്ട് ഒരാളുണ്ട് കേട്ടോ. ഇവിടെ മുംബൈയിൽ ആള് വന്നിട്ടുണ്ട്. അപ്പം വന്നിട്ട് ഞങ്ങൾ ഇന്നലെ വിളിച്ചു, നിങ്ങൾ എപ്പോൾ വരും, ഞാൻ നിങ്ങളോട് വരാം എന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം വിളിച്ചു. അപ്പോൾ ഇന്ന് രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു ആളവിടെ നിന്ന് ഇറങ്ങി, ബസ്സിൽ അവിടെ നിന്ന് ഓൾറെഡി ഇറങ്ങി. അപ്പോൾ ഞങ്ങള് ബിജാപൂർ വഴിയാണ് പോകുന്നത്. അപ്പോൾ ഈ റൂട്ടിൽ ഞങ്ങൾക്ക് പുള്ളി വരുന്ന ബസ്സും ഞങ്ങൾ പോകുന്ന റൂട്ടും നേരെ വന്ന് കണക്ട് ചെയ്യുന്നത് ഹുബ്ബള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നിങ്ങളെന്നാ ഹുബ്ബള്ളി വന്ന് വെയിറ്റ് പണ്ണ്, ഞങ്ങൾ അങ്ങനെ വന്ന് ജോയിൻ പണ്ണില്ല ടാറ്റാ. അപ്പൊ അങ്ങനെ ഞങ്ങള് ഇപ്പൊ സമയം 2 മണി ആവുന്നു. അപ്പൊ ഞങ്ങള് ഹുബ്ബള്ളിയിൽ എത്തുമ്പോഴത്തേക്ക് 2:02. ഓ 2:02. ആ 2 സെക്കൻഡ് 2 മിനിറ്റിന്റെ കേട്ടോ എടുത്ത് പറഞ്ഞു. 2 കഴിഞ്ഞ് 2:02. അപ്പൊ ഞങ്ങള് ഹുബ്ബള്ളി ഞങ്ങൾക്ക് എന്തായാലും ഇവിടുന്ന് ഒരു 10 മണിക്കൂർ കാണിക്കുന്നുണ്ടോ. 10 എന്ന് പറയുമ്പോൾ 11-12 മണിക്കൂർ ആവും എങ്ങനെ പോയാലും. അപ്പൊ ഞങ്ങള് രാത്രിയിൽ ഒരു 10, 11, 12 ഒക്കെ ആവും എന്ന് പ്രതീക്ഷിക്കുന്നു. അതിന് നേരത്തെ എത്തിയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോഴത്തേക്ക് പുള്ളിയും അവിടെ വരും. അങ്ങനെ ഞങ്ങൾ പുള്ളി അവിടുന്ന് കണക്ട് ചെയ്ത് ഞങ്ങൾ നേരെ നാട്ടിലോട്ടല്ല നമ്മുടെ പെരുമ്പാവൂർ. കിട്ടി. അങ്ങനെ നമ്മുടെ വീണ്ടും നമ്മൾക്ക് തമിഴ്നാടിനെ കിട്ടി. 52 1784. ഉന്നാൽ മുടിയാതെ തമ്പി. അപ്പൊ നമുക്ക് ഈ വണ്ടിയുടെ പുറകിന് അങ്ങ് പിടിച്ചങ്ങ് പോകാം. ഞാൻ ആദ്യം കാണുന്ന നാഗവല്ലിയായിരുന്നു. തമിഴിലെ തൃശ്ശയും. തൃശ്ശയല്ല, ആരാ? ജ്യോതികം. പിന്നെ ഹിന്ദി ബോളിവുഡിലെ പുള്ളിക്കാരി അവാർഡ് മേടിക്കാൻ വേണ്ടി ഫ്രണ്ട് നിൽക്കും, സ്റ്റേജിൽ ഇരിക്കും. അപ്പോഴത്തേക്ക് ഫ്രണ്ട് ശോഭ നാഗവല്ലി ഇങ്ങനെ നിൽക്കും സ്റ്റേജിനകത്ത്. ഉന്നാൽ മുടിയാതെ തമ്പി. കുഞ്ഞിക്കോന്. അത് കുഞ്ഞിക്കോനെ നിൽക്കുന്നത്, ദിലീപ് നിൽക്കുന്നത്. ആ എഡിറ്റിൽ തന്നെ ഉള്ളതാണ്, അവരുടെ പ്രൊഫൈലിൽ തന്നെ ഉള്ളതാണ് ഈ പറഞ്ഞ നാഗവല്ലിയുടെ സീൻ. നൈസായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ തമിഴ് വണ്ടിയുടെ ബാക്കിൽ നമുക്ക് പിടിക്കാം നൈസായിട്ട്. 1784. അത് തന്നെ. ഇവർക്കൊക്കെ വഴി അറിയാം, ഇവര് എപ്പോഴും ഡെയിലി റൂട്ട് പോകുന്നവരാണ്. അപ്പൊ നമ്മള് ഇവരെ പറഞ്ഞു പോയി കഴിഞ്ഞാ നമ്മള് വിജാപുരത്തെയാണ്. പിന്നെ അവിടെ ഒരു എത്തി കിട്ടിയാൽ മതി. പിന്നെ ഞങ്ങള് മിണ്ടർ വിട്ടോളൂ. സാരി പിടിച്ചു നോക്കൂ. ഇത്ര നേരം നല്ല വെയിലായിരുന്നു. ചെറുതായിട്ട് നല്ല മഴ ചാരത്തോടെ. എത്ര ടാർപ്പ് ഇട്ട് മൊത്തം ഇട്ടോ? ആ വലുത് 2 പ്ലാസ്റ്റിക് കിട്ടോ?
അടിപ്പാടുത കിട്ടാൻ സമ്മതിച്ചില്ലല്ലേ? അടി മറ്റേ പ്ലാസ്റ്റിക്. അതെന്താ അറിയോ? ആവി അളിഞ്ഞു പോകും ചോളം ചൂടെടുത്തിട്ടേ, അതുകൊണ്ടാ. അപ്പൊ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? പറഞ്ഞ അമ്മ കാല കയറണ്ടേ? നോക്കാം. എന്തെങ്കിലും ആവശ്യമില്ലാതെ ഒറ്റപ്പെട്ട ഏരിയയിലൊക്കെ കൈ കാണിച്ചാൽ നിർത്താൻ നിൽക്കില്ല കേട്ടോ. അവനെ റോഡ് നടുക്കൂടെ അങ്ങ് ചാടി വീണല്ലോ. ഏതോ അതെന്താ ആക്സിഡന്റ് ആണോ? അത് ആക്സിഡന്റ് ആണോ? അവിടെ വണ്ടി തടഞ്ഞു നിർത്തിയിട്ടിരിക്കുക. അത് ആക്സിഡന്റ് ആണോ അവിടെ? ഒന്ന് റൈറ്റ് ചേർന്ന് പോയിക്ക്, സ്ലോ ചെയ്ത് പോയി. എന്ത് പറ്റി? കുഴപ്പം, വണ്ടി നിർത്തിയിട്ടിരിക്കുക അല്ലേ? ആ എന്താ സ്ലോ ചെയ്തേ. ഇത് മറ്റേ റോഡിന്റെ ആണല്ലോ, ഹൈവേയുടെ ആൾക്കാരാണല്ലോ. ഞാൻ വിചാരിച്ച മറ്റേ പ്രശ്നം ഉണ്ടാക്കുന്നവന്മാരായിരിക്കുന്നു. അതുപോലെ റോഡ് അടുക്കൂടെ ചാടിക്ക്. ബോധമില്ലാത്തവനാ അവിടെ. ആ ബ്രേക്ക് അവിടെ കിട്ടിയില്ലായിരുന്നെങ്കിലോ? ആണ് ടാറ്റയുടെ ഷോറൂം അവിടെ. ടാറ്റ ഷോറൂം. അതെ, സ്ലോ ചെയ്തേ. ബൈക്കാണോ? സ്ലോ അടിച്ചു പോയാൽ മതി. ആക്സിഡന്റ് ആണോ? എന്തോ പരിപാടിയാണ് കണ്ടത്. എന്ത് ആക്സിഡന്റ് ഒന്നും കാണുന്നില്ലല്ലോ ഇവിടെ. ആക്സിഡന്റ് ഒന്നല്ല, എന്തോ ഒരു തിരക്കാ. സമയം ഇപ്പൊ 6 മണിയായി. ഏതാ? ആ മാതളനാരങ്ങ അല്ലേ? അതെനിക്ക് തോന്നി. അവിടെ മാതളനാരങ്ങ അവിടെ സൈഡ് മൊത്തവും. ആ ഇതാ ഞാൻ പറഞ്ഞ വഴി. അവിടെ ഞാൻ പറഞ്ഞ ഒരു റെയിൽവേയുടെ ഒരു അല്ല ഇത് ടോൾ പ്ലാസയാ. ഇതും കഴിഞ്ഞിട്ടാ. ഇവിടെ ചായക്കട ഉണ്ടോ? യെസ് ഓഫ് കോഴ്സ്. ഇതൊക്കെ എന്നാ കൃഷിയാടാ ഇതൊക്കെ? എന്തൊക്കെയോ കൃഷികളാ. ഏത് റംബൂത്താനോ? റംബൂത്താൻ അല്ല, മാതള നാരങ്ങ. ആ മൊഞ്ഞേ. ഹായ്. ഇവിടെ ഒന്നും ഇല്ലടാ, ശോകമാണല്ലോ. എന്നാ വണ്ടി എടുത്ത് വിടുന്ന അപ്പുറത്തോട്ട് നോക്കാം. അടുത്ത് ഒന്നും ഇല്ല. ഇമാർ കുറെ ഉണ്ടാക്കിയ ലേസും ഉണ്ട്, കുറെ പട്ടി ബിസ്ക്കറ്റും ഉണ്ട്. പിന്നെ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാതെ കുറെ വടാപ്പാവും. എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് തമിഴ്നാട് വരെങ്കിലും പോകണോ, എത്തണം അല്ലേ? നീ ഇവിടെ വണ്ടി കൊണ്ടിടുന്നതിന് അവന്മാർ ഇനി എന്തെങ്കിലും കണസ പറയുമോ? അവിടെ വലിയൊരു പാറക്കല്ല് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ചും കൂടെ കയറ്റി ലെഫ്റ്റ് കിട്ടാൻ പോരായിരുന്നോ? പുറകെ പോകണ്ട, മുമ്പിൽ എവിടെയെങ്കിലും കടയെല്ലാം പിടിക്കാൻ പറയല്ലേ. നീ വണ്ടി മുമ്പോട്ടിട്, ഇല്ലെങ്കിൽ അടുത്ത കട പിടിക്കാം. സീനല്ല. അല്ലേ അതുമല്ല, അവിടെ ഒന്നും ഇല്ല. നോക്കാം. അല്ലെങ്കിൽ അവിടെ നിർത്തി എന്തെങ്കിലും കാണുമായിരിക്കും. ഇവിടെ കൊള്ളിക്ക് ഇറങ്ങിയൊന്നും അടിച്ച് കളയല്ലേ. വയ്യ പൈസ കൊടുക്കാൻ. എന്നാ തൊട്ടാ പൊളിയുന്ന സാധനം. വാടാ മോനെ. സെക്സി.
അമ്പടാ സണ്ണി കൂടാ. കണ്ടായിരുന്നു പട്ടി സാറേ നൈസായിട്ട് മറ്റേ വെള്ളപ്പട്ടിയും ആ കുഞ്ഞു പട്ടിയും കൂടെ റോഡ് ക്രോസ് ചെയ്യുന്ന കണ്ടപ്പം അതിനെ നോക്കി വന്നതാ. വന്നപ്പോഴത്തേക്ക് ഒരു ബൈക്കാരൻ പട്ടി ഈ കറുത്ത പട്ടി ആടി വരുന്ന ബൈക്കാരൻ കണ്ടു. ആ ചെറുക്കന്റെ ഷോൾഡർ വന്ന ഡോറ് വന്ന് ഒറ്റയടി. അവൻ ഫോണിൽ കളിച്ചു വരുമായിരുന്നു. എന്താടാ ബൈക്കല്ലേ, ബൈക്കുകാരൻ ഫ്രണ്ടിൽ കൊണ്ട് ചവിട്ടി. പട്ടി കണ്ടില്ല, ആ കറുത്ത പട്ടി പോയി ബൈക്കിൽ പോയി തട്ടി. പട്ടി പിന്നെ തിരിഞ്ഞു നോക്കിയില്ല, ഒരൊറ്റ ഓട്ടം വെച്ചു കൊടുത്തു. ഏത് ഫോൺ? ഇല്ലെങ്കിൽ പറ ഭീഷണിയാവോ? പിന്നെ ആവശ്യമില്ലെങ്കിലും അതുകൊണ്ടാ തമിഴ് വണ്ടി പോകുന്നു. പിടിക്കല പുറഞ്ഞു വിടാം. കന്നഡയാ? എന്നാ നമുക്കൊരു ബർഗറും ഷവർമയും കഴിച്ചിട്ട് വരാം. ഓഫറുണ്ടോ? ഒരു ബക്കറ്റ് ഫ്രീ ഉണ്ടോ? ഇന്നല്ലേ നാളെ തോന്നുന്നു ഓഫർ. നമ്മുടെ ചീഞ്ഞ സാധനങ്ങളൊക്കെ എടുത്ത് നീ ഇപ്പഴത്തെ കഴിക്കും. ഏതാ? അയ്യോ ഇറങ്ങിക്കോ. പോം. ചാവി എടുത്തില്ലേ? എന്താണ് അവിടെ ഇത്രയും ബ്ലോക്ക്? ചേട്ടാ ഇപ്പൊ നമ്മള് ബ്ലോക്കിലായി പോയല്ലോ. അയ്യോ എന്താ വണ്ടിക്ക് വയ്യാത്ത വണ്ടിയാണോ? സുഖമില്ലാത്ത വണ്ടിയാണോ? സ്വീറ്റ് അണ്ണാ എന്റെ അണ്ണാച്ചി വരുന്നുണ്ട് മുണ്ട് കൊടുത്ത്. കറക്റ്റ് അണ്ണാച്ചിയായി. ആ വയറൊക്കെ അകത്തോട്ട് ചെല്ലിപ്പിടി. ആ ഇവിടെ ഒന്നും ഇല്ലേ? ടീ എടാ അതാണ് മറ്റേ സാധനം. ഈ സാധനം നൈസാ. മറ്റേ പപ്സിനോട് ആറ് മേടിയാ. ചുമ്മാ കർമുറ. എന്തോ വേറെന്താ ഉള്ളേ? ഐസ്ക്രീം, ചായ ഇല്ലേ? ഫ്രൂട്ടിയോ? ലസ്സി മേടിക്കാനോ? ലസ്സിയുടെ സമൂസയോ? അതെന്തൊരു കോമ്പിനേഷൻ? എടാ ചായ അടിക്കാൻ ലസ്സി എടുക്കാനോ? നീ മാറ എരുമപ്പാല് മേടിക്ക. ചായ പിടിക്കാനോ? സമൂസ എടുക്കാം. എന്നാ ഒരു സമൂസ എടുത്തു. ചായ പറയട്ടെ? ഭയ്യ ടീ ഓക്കെ. സമൂസ ടേസ്റ്റ് ഉണ്ടല്ലേ? പക്ഷെ ഈ ചായ ഊളച്ചായ
ഹലോ എന്തേ എന്താ ഇത്രയും വലിയൊരു ബ്ലോക്ക്? നമ്മൾ ഇത്രയും വണ്ടികള് ഇനി ഇത്രയും വണ്ടികൾ താണ്ടി പോകണമല്ലോ. കറക്റ്റ് വെള്ളം ഇവിടെ ശരി. ഓക്കെ, താങ്ക് യു. ഞാനൊരു ഫോൺ കോളിലായിരുന്നു. മണ്ടുമോൻ വഴി തെറ്റിച്ച് ഞങ്ങളിങ്ങി പോന്നു. ഞങ്ങൾക്ക് അവിടുന്ന് ലെഫ്റ്റ് കട്ട് ചെയ്ത് പോകണമായിരുന്നു, അല്ല റൈറ്റ് കട്ട് ചെയ്ത് പോകണമായിരുന്നു. അപ്പോൾ അവിടെ കുറേ ഇങ്ങി പോന്നു. ഇനിയിപ്പോൾ ഇവിടുന്ന് വണ്ടി വീണ്ടും യൂട്ടൺ എടുത്ത് തിരിച്ച് പോലാം. വാ 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 ആജാ ആജാ ആജാ. സമയം ഇപ്പൊ 7 മണിയായില്ലേ? അതെ അതെ അതെ. എടാ അത് മാത്രമല്ല, ഇപ്പോഴും ആ സെയിം ഫീൽ തന്നെ ഇവിടെ കിട്ടൂടാ. എന്താ അറിയോ, ഇടയ്ക്കൊരു മഴക്കോള് എവിടെ നിന്ന് വിടുന്നോ? അതിന് നല്ല ഇപ്പൊ നമ്മൾ വന്ന വഴി തന്നെ ലെഫ്റ്റ്. അടി ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നുണ്ടോ? മാതളനാരങ്ങ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന മുഴുവനും കണ്ടോ? ഫുള്ള് വേലിയൊക്കെ കെട്ടി സെറ്റ് ചെയ്ത് ഫുൾ കവർ ചെയ്ത് വെച്ചിരിക്കുക കണ്ടോ? നമ്മളെ മറ്റേ തമിഴൻ ലോറി ലെഫ്റ്റ്. നമുക്ക് ഈ വഴിയാണ് നമുക്ക് വരേണ്ടത് സത്യം പറഞ്ഞ. അതിങ്ങനെ തന്നെ യൂട്ടൺ എടുത്തല്ലേ വരണ്ടേ? അല്ല, അവിടുന്ന് അണ്ടർപാസ് കയറി കയറണമായിരുന്നു. ഓക്കെ ഓക്കെ, ഇവിടുന്ന് ലെഫ്റ്റ് എടുത്തോ. തൂക്കി അതൊക്കെ ലെഫ്റ്റ് അങ്ങ് എടുത്ത് നോക്കൂ. അതൊക്കെ ഫോൺ അടിക്കാതെ അങ്ങ് വിട്ടു. ഫോൺ അടിക്കണ്ട, ഇനി മൈൻഡ് ചെയ്യണ്ട, ഇനി കൊന്നാലും നോക്കണ്ട. അത്രേ ഉള്ളൂ. ഓർമ്മയുണ്ടോ നമ്മളിവിടെ വണ്ടി കയറി ചായ കുടിച്ചേ? ഇവിടെ എത്തി. ചായ കുടിച്ചില്ല, നിർത്താൻ പോയി. അപ്പൊ അണ്ണന്റെ വണ്ടി കണ്ടില്ല. ഓ കണ്ടില്ല, അപ്പൊ അങ്ങനെ നേരെ വിട്ടേ. യെസ് യെസ് യെസ്. വിജയപൂർ 150, മംഗളവേദ 67, പന്തർപൂർ 40 കിലോമീറ്റർ. ഓക്കെ ഓക്കെ, ഇതുവരെ ഉള്ള സെറ്റാ പക്ക വഴി. കഴിഞ്ഞ വട്ടം പോയ റൂട്ട് നമുക്ക് ഇത്തവണ ക്ലിയർ ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് നേരെ തമിഴൻ ലോറി സൈഡാക്കി. അറിയത്തില്ല, എന്തോ ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് ഇനി മെല്ലെ വിട്ടേക്കാം. ഓക്കെ, അപ്പൊ ഇനി അടുത്ത ദിവസം അടുത്ത വീഡിയോയുമായിട്ട് വരാം. അപ്പൊ സന്ധിക്കും പറയും. വണക്കം. ഓക്കേ.